ഒരു പെരുന്നാൾ വ്ലോഗ് ആയാലോ? ഇനി നീ ഹിന്ദു അല്ലേ, നിനക്കെന്ത് പെരുന്നാളെന്ന് ചോദിക്കാൻ വരട്ടെ. ഇതാണ് നമ്മുടെ ഷാഹിന. എല്ലാ കൊല്ലവും എന്നെ പെരുന്നാളിന് വിളിക്കുന്നത് ഈ മുത്തുമണിയാണ്. ഈ ഉമ്മമാരുടെ കൈപ്പുണ്യാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇവിടുത്തെ ബിരിയാണി എൻ്റെ പൊന്നു ഗൈസ്, ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒരു രക്ഷയില്ല. എനിക്ക് നല്ല മസാലയുള്ള ബിരിയാണിയാണ് ഇഷ്ടം. സൈഡ് ഡിഷായിട്ട് മാങ്ങാച്ചറുണ്ട്, സാലഡുണ്ട്, പപ്പടമുണ്ട്. പക്ഷേ എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. ബീഫൊക്കെ എന്ത് കുക്ക്ഡ് ആണെന്ന് നോക്കി ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇളവി വരുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. ബിരിയാണി നമുക്ക് എവിടെ പോയാലും കഴിക്കാം. പക്ഷേ ഇതുപോലുള്ള അവസരങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സമയം ചിലവഴിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണല്ലേ. 2 റൗണ്ട് ബിരിയാണി നിന്ന് വയറ് ഫില്ലായിട്ടിരുന്നാലും ലാസ്റ്റ് ഇവർ തരുന്ന ഐസ്ക്രീമും കൂടി ഞാൻ കുടിക്കും. ഇതാണ് ഷാഹിനയുടെ മോൻ ഇവാൻ. ഇത് ആർഷ, ഇവൾ ഇൻവെർട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാനൊരു സൈഡിൽ നിന്നൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ നോക്കി. പക്ഷേ എന്നാലും ഐസ്ക്രീം വെച്ച് മറച്ച് കളഞ്ഞു ഗൈസ്. ഓരോ ആഘോഷങ്ങളും ഇതുപോലെ ജാതിഭേദ മതമന്യേ നമുക്ക് ആഘോഷിക്കാൻ പറ്റണം. അത് തന്നെയല്ലേ ശരിക്കുള്ള കേരള സ്റ്റോറി.